ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോഹന്നാൻ സുവിശേഷത്തിന്റെ 8-ാം അധ്യായം 12-ാം തിരുവചനം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ വീഴുകയില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തോരം കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ കടന്നു പോകുന്നത്. ഒരു ക്രിസ്മസിന്റെ 3-ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ചോദ്യം ഈ പ്രഭാതത്തിൽ കർത്താവ് എന്നോടും നിന്നോടും ചോദിക്കുക: ഇത്രയും നാൾ നിന്റെ ജീവിതം പ്രകാശപൂരിതമായിരുന്നു. കർത്താവിനോടൊപ്പം നടക്കുന്നുവെന്ന് കരുതിയിട്ടും ജീവിതത്തിൽ പലപ്പോഴും അന്ധകാരത്തിലേക്ക്, നിരാശയിലേക്ക്, ഇരുളിന്റെ വഴിയിലേക്കൊക്കെ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ വീണുപോയിട്ടുണ്ട്. അവിടെയൊക്കെ ക്രിസ്തു പറയുന്നൊരു വലിയ ബോധ്യം: നീ എന്നിൽ നടക്കുന്നെങ്കിൽ, എന്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നിന്റെ ജീവിതം കുറെ കൂടി പ്രകാശമുള്ളതാകും. ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് അച്ഛനെ കേൾക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മകനെ, മകളെ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാൻ ക്രിസ്തുവിനോടൊപ്പം നടക്കുമ്പോൾ ജീവിതം പ്രകാശപൂരിതമാകുമെന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ സ്വർഗം വിട്ടൊരു ദൈവം ഭൂമിയിലേക്ക് പിറക്കാൻ പോകുന്നു. ആ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ നമുക്ക് സ്വീകരിക്കാം. ഈ ദിവസം ഈ വചനം നിങ്ങളെ വല്ലാതെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ.